ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിന് വീറും വാശിയും ഏറുകയാണ്. പ്രവചനാതീതമായ മത്സരക്കളമാണ് 13 മണ്ഡലങ്ങളിലും തെളിയുന്നത്. UDF NDA സ്ഥാനാർത്ഥി പട്ടിക അല്പം വൈകിയെങ്കിലും പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ പ്രവർത്തകർ പ്രചരണക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഇതിനിടയിൽ LDF സ്ഥാനാർത്ഥികൾ മുന്നിൽ കയറി. ഒപ്പം പിടിക്കാൻ UDFും NDAയും ടോപ്പ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. ചിഹ്നങ്ങൾ നേരത്തെ തന്നെ നാട്ടിലെങ്ങും നിറഞ്ഞു കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥികളുടെ ബഹുവർണ്ണ പോസ്റ്ററുകളും ബോർഡുകളും ഒറ്റ രാത്രി കൊണ്ട് തട്ടിൽ കയറ്റി LDFിനൊപ്പം ഓടിയെത്തിയെന്ന് UDF NDA നേതൃത്വം പറയുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് പ്രധാനമെന്നറിയാകുന്ന സ്ഥാനാർത്ഥികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള ഓട്ടത്തിലാണ്. ഇനി മുന്നിൽ അധിക ദിനങ്ങളില്ലാത്തതിനാൽ സമയത്തിലാണ് അങ്കത്തട്ടിൽ തീ പിടിക്കുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളുടെ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ് രാഷ്ട്രീയ നേതൃത്വം. അടുത്തയാഴ്ച നേതാക്കൾ ജില്ലയിലേക്ക് എത്തിത്തുടങ്ങും. മണ്ഡലങ്ങളിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയവും വികസനവും വിവാദവുമെല്ലാം സജീവ ചർച്ചയാണ്. പ്രാദേശിക വിഷയങ്ങളിൽ മുന്നണികളുടെ ഇടപെടലുകളും ഉയർന്നുവരുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളിൽ കണ്ണുവെച്ചാണ് UDF വിജയസ്വപ്നങ്ങൾ നെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാനും അവർ ശ്രമിക്കുന്നു. വികസന ക്ഷേമ രാഷ്ട്രീയത്തെ ജനങ്ങൾ ഒരിക്കലും കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഇരു മുന്നണികളിലെയും ആഭ്യന്തര കലഹം ജനങ്ങൾ വെറുത്തുവെന്നും ഒരു മൂന്നാം ബദലിന് വേണ്ടിയാകും ഇത്തവണ ചൂണ്ടുവിരലിൽ മഷിപുരളുകയെന്നും BJP നേതൃത്വം പറയുന്നു. എന്തായാലും പിടിച്ചെടുക്കാനും നിലനിർത്താനുമുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പതിവിൽ കവിഞ്ഞ വീറും വാശിയും പ്രകടമാണ്. ന്യൂസ് ഡെസ്ക് TCV.